ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا وننزل من القرآن ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നുകൊണ്ടിരിക്കുന്ന നബിയെ അല്പാൽപമായി ഇറങ്ങുന്ന ഈ ഖുർആൻ ശിഫാഉൻ ഇതിൽ ശിഫയുണ്ട്. ബ്ലഡ് ക്യാൻസറിന്റെ ശിഫയാണെന്നാണ് വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുന്നത്. രോഗിക്ക് ഓതാൻ പറ്റിയാൽ മാഷാ അല്ലാഹ് വണ്ടർഫുൾ. ഒരാൾക്ക് രോഗിന്റെ അടുത്ത് നിന്ന് ഓതി കൊടുക്കാൻ പറ്റിയാൽ ബ്ലഡ് ക്യാൻസറിന് ഇത്രയും ആശ്വാസം തരുന്ന മറ്റൊരു ചികിത്സ ഇന്ന് ലോകത്തില്ലെന്നാണ്. ഖുർആൻ ഓതി കൊടുക്കുക ഒരുപാട് സംഭവങ്ങളുണ്ട്. ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞൊഴിവാക്കിയത് വിശുദ്ധ ഖുർആൻ മനപ്പാടുള്ള കുറച്ച് ഹാഫിദീങ്ങളെ നിരന്തരമായി ആ രോഗിയുടെ റൂമിൽ മറ്റൊരു വർത്തമാനവും അനാവശ്യമായ ഒന്നും കേൾക്കാതെ ഖുർആൻ അങ്ങനെ ഓതിക്കൊടുത്ത് വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായ വിഷയങ്ങൾ. അങ്ങ് ദുബൈയിൽ നമ്മൾ അറിയുന്ന ഒരു കേസുണ്ട്. വളരെ വളരെ അങ്ങേയറ്റം ഫൈറ്റൽ, മരിക്കാൻ പോവാണ് എന്നൊക്കെ വിചാരിച്ച ഒരു സുഹൃത്തിന് അള്ളാഹു ആഫിയത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഖുർആനിന്റെ CD പ്ലേ ചെയ്യോടെ ഉണർന്നു കഴിഞ്ഞാൽ നിരന്തരമായി ഖുർആൻ ഓതുകയാണ്. ഓതി നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി പോലും ഇല്ലാതെ 4 ആളുടെ മുമ്പിൽ ചെന്നിരുന്നാൽ ഇയാൾ രോഗിയായി പോകും. മറ്റാളുടെ ശ്വാസം അങ്ങനെ അങ്ങേയറ്റം ഇമ്മ്യൂണിറ്റി, പ്രതിരോധം നഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ അങ്ങ് തൃശ്ശൂരിന്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു സുഹൃത്ത്. അള്ളാഹു ആഫിയത്ത് കൊടുത്തു. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു, എന്റെ പെങ്ങൾ ചെയ്തത് ഞങ്ങളുടെ മരുന്നുകൊണ്ട് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാറില്ലല്ലോ. വിശുദ്ധ ഖുർആനിന്റെ ചികിത്സയാണ് ഇലാജു ബിൽ ഖുർആൻ. സൗണ്ട് ഹീലിംഗ് ലോകത്ത് നടക്കുന്നുണ്ട്. ആൽഫ്രഡ് ടൊമാറ്റിസിനെ പോലെയുള്ള ആളുകൾ ലോകത്ത് കണ്ടുപിടിച്ച വലിയ ചികിത്സാ രീതിയാണ്. ശബ്ദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നു. ഖുർആനിന്റെ ശബ്ദം മുനവ്വമുൻ മുനസ്സഖുൻ റബ്ബാനിയുൻ, അല്ലാഹുവിന്റെ വചനങ്ങളാണ്. കൃത്യമായ മനോഹരമായ സ്ട്രക്ചറിൽ മുൻതദിമായ അല്ലാഹുവിന്റെ കലിമാത്തുകൾ. അത് ഓതിക്കൊടുത്താൽ കിട്ടുന്ന അത്ഭുതം ഒരു ശബ്ദത്തിനും കിട്ടൂല. അതുകൊണ്ട് രോഗികളായ ആളുകൾക്ക്, ക്യാൻസർ ബാധിച്ച രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. അത്തരം അസുഖങ്ങൾ ആർക്കും ഇനി വരാതെ അള്ളാഹു കാക്കട്ടെ. അള്ളാഹു സലാമത്താകട്ടെ. അങ്ങനെ മുബറമായ ഒരു ഖളാ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള കെൽപ്പ് അള്ളാഹു നമുക്ക് തരട്ടെ. ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു തരട്ടെ. യഖീൻ അള്ളാഹു തരട്ടെ. വനുനസ്സിലു മിനൽ ഖുർആൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ 7 ആകാശങ്ങൾക്കപ്പുറത്തെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖൽഖിനതീതമായ റബ്ബിന്റെ കലാം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മനുഷ്യർക്ക് ആകാശ ലോകത്തെ കയറി പിടിക്കാനുള്ള കയറാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓതുന്നുണ്ടോ? റമളാനിൽ വെച്ച മുസാഫ് പൊടി പിടിച്ച് കിടക്കാണ്. وقال الرسول, നബി അങ്ങ് പറയുമെന്നാണ്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, ഈ ഖുർആന് വേണ്ട എന്ന് എന്റെ സമൂഹം മാറ്റിവെച്ചല്ലോ. എത്രയോ പത്രങ്ങള് ന്യൂസ് കണ്ടത് ചാനല് മാറ്റി പറഞ്ഞ വർത്തമാനം തന്നെ പിന്നെയും കേട്ടതന്നെ പിന്നെയും, അങ്ങനെ ഒരുപാട് മണിക്കൂറുകളോളം ന്യൂസ് കാണുന്നവര്, സിനിമ കാണുന്നവരെ പറ്റി ഞാൻ പറയുന്നില്ല, ന്യൂസ് തന്നെ കണ്ട സമയം കളയുന്നവര്, പത്രങ്ങൾ 4ഉം 5ഉം അപ്പുറപ്പുറം തിരിച്ചും മറിച്ചും വായിക്കുന്നവര്, ഒരു പേജ് വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഓതാൻ സാധിക്കാതെ പോയാൽ മഹ്റൂം, നഷ്ടപ്പെട്ടവനാണവൻ, നഷ്ടപ്പെട്ടവളാണവൾ. ഒരു ദിവസം കഴിഞ്ഞു പോയിട്ട് അള്ളാഹുവിന്റെ കിതാബിലേക്കൊന്ന് കണ്ണു നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഖുർആൻ കാണാത്തൊരു ദിവസം ഉണ്ടാവരുത്. പെണ്ണുങ്ങൾക്ക് പിന്നെ എക്സെപ്ഷൻ ഉണ്ട്. അവരുടെ പീരീഡിന്റെ സമയത്ത് അവർക്ക് പറ്റില്ല. പക്ഷേ പുരുഷന്മാർക്ക് അതുപോലും പറയാൻ പറ്റുമോ? ഒരു ദിവസം പോലും ഖുർആൻ കാണാതെ പോകരുതെന്നാണ് ഉലമാ പറയാ. കാണാതെ പോകരുത്, ഓതണം. ഖുർആൻ പറ്റുന്നവരൊക്കെ ഒരു പേജെങ്കിലും ഒരൽപ്പമെങ്കിലും ഓതിയെടുക്കുക. ഖുർആൻ മുഴുവനും ശിഫയാണ്. ആയത്ത് ശിഫയുണ്ടതിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഈമാനുള്ള സത്യവിശ്വാസികൾക്ക് മുഅ്മിനിന് ശിഫയാണത്. മുഅ്മിനിന് ശിഫയാണ് ഖുർആനെ. മുഅ്മിനിന് ശിഫയാണ്. ഈമാനുള്ളവന്, മുസ്ലിം അല്ലാത്തവന് ശിഫ കിട്ടൂല. അവനത് വിശ്വസിക്കേണ്ട ആദ്യം.
മുഅ്മിനിന്റെ ശിഫയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സിഹറിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ ജിന്നുബാധയോ പൊസഷൻ എന്നല്ലേ പറയാ, അതൊക്കെ സംഭവിച്ച ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം എന്നാണ്. പിശാചിനത് വല്ലാത്ത ദേഷ്യമാണ്. അതുകൊണ്ട് നമ്മളോട് ചില പേർ നിങ്ങൾ മറ്റേ ആ കാവുക്ക് പോയിക്കൂടെ, അവിടെ പാമ്പിന്റെ കാവുണ്ട്, അവിടെ കുറച്ച് സംഭാവന ചെയ്താൽ ശരിയാവുന്ന, അവിടെ പോയാൽ ശരിയാവും. എന്താ കുഴപ്പമെന്നറിയോ? പിശാചിന് വേണ്ടത് ആ ശിർക്കാണ്, കുഫറാണ്. അത് നിങ്ങൾ ചെയ്തില്ലേ മതി. ക്രിസ്ത്യാനികൾ ചെയ്യാറുണ്ടല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തുപോ എന്ന് ജിന്നിനോട് പുറത്തു പോകാൻ പറഞ്ഞ പുറത്തു പോകും, ഉടനെ പോകും ജിന്ന്. എന്താ കാരണം എന്നറിയോ? പിശാച് ഇതിനെ ഉദ്ദേശിച്ചത്. നീ അള്ളാഹുൽ കുഫർ ചെയ്തില്ലേ, നീ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞില്ല, മതി 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 എപ്പോ പോവാന്നോ പിശാച് ഇറങ്ങി പോകുന്ന, പെട്ടെന്ന് പോകുന്നതാണ്. അതാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. ഈ ജിന്നുബാധയിലും മറ്റു ശല്യങ്ങളിലും പിശാച് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് ശിർക്കും കുഫറും ചെയ്യാനാണ്. അത് നമ്മളങ്ങ് ചെയ്യാൻ തുടങ്ങിയാലോ? നമ്മൾ ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. ഇഖ്റഉൽ ഖുർആന, ഖുർആനോദനെ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനം പോലെ ആക്കി കളയരുതേ. ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. പരിശുദ്ധമായ സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പിശാചിന് വളരെ ഗൗരവമാണ്, അവന് പേടിയാണ്. അത് ഓതിയാൽ അവൻ ഓടി രക്ഷപ്പെട്ടേക്കും. അത് പരിശുദ്ധമായ ആയത്തുൽ കുർസിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. റഹ്മത്താണ് ഖുർആൻ. പിശാച് നിങ്ങളെ തട്ടി കൊണ്ടുപോവാതിരിക്കാൻ ഖുർആൻ ഓദിക്കോ. പിശാച് ശരീരത്തിലേക്ക് കയറിക്കൂടിയാൽ തിന്മയല്ലാതെ മറ്റൊരു നന്മയും ചിന്തിക്കാൻ കഴിയില്ല. പാട്ടല്ലാതെ ഖുർആൻ കേൾക്കാൻ കഴിയില്ല. സിനിമയല്ലാതെ അള്ളാഹുവിന്റെ കിതാബ് നോക്കാൻ തോന്നില്ല. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കേണ്ടതിന് പകരം സിനിമാ പാട്ട്, മൂളിപ്പാട്ട് നിന്നെ കൊണ്ട് പാടിപ്പിക്കുന്നത് പിശാചാണ്. അത് പിശാചിന്റെ പണിയാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ തന്നുവല്ലോ. മാ ഹുവ ശിഫാ, അത് നിങ്ങളുടെ ശരീരത്തിന് ശിഫയാണ്, ഖൽബിന് ശിഫയാണ്. വറഹ്മ, നിങ്ങൾക്ക് റഹ്മത്താണല്ലോ, കരുണയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് വരും വീട്ടിലെ, കരുണ വരും വീട്ടിൽ. റഹ്മത്ത് ഇറങ്ങണമെങ്കിൽ ഖുർആൻ ഓതുന്ന വീടുകളാകണം.